നിങ്ങൾക്കറിയോ ഇലക്ഷൻ എന്നായിരുന്നു ഇലക്ഷൻ നടക്കേണ്ടത്? 1971 ലോക്സഭാ ഇലക്ഷൻ നടന്നത്. ഇലക്ഷൻ നടന്നത് 77 6 വർഷം കഴിഞ്ഞു. കേരളത്തിലെ നിയമസഭയുടെ, അതാ വേറെ രസകരമായിട്ടുള്ള കാര്യം, കേരള നിയമസഭയുടെ ഇലക്ഷൻ നടന്നത് 1970 സെപ്റ്റംബർ മാസത്തിലാണ്. 70 സെപ്റ്റംബർ. പിന്നീട് കേരള നിയമസഭയുടെ ഇലക്ഷൻ നടന്നത് 77 മാർച്ചിൽ. എത്ര വർഷം? 7 വർഷത്തോളം, 6.5 വർഷമാണ്. 1.5 വർഷം എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ നീങ്ങുമില്ല. നിയമം എന്നാ ഉണ്ടാക്കിയത്? 42ാം ഭരണഘടനാ ഭേദഗതി. അതെന്നാണ്? 1977 ഡിസംബർ മാസം 18-ാം തീയതിയാണ് പ്രസിഡന്റ് ഒപ്പുവെച്ചത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമസഭ മുന്നോട്ട് പോയത്? ഇലക്ഷൻ കമ്മീഷനെ പറ്റി ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ അങ്ങോട്ട് തിരിയാൻ വരാ, ഇങ്ങോട്ട് തിരിയാൻ വരാ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ചർച്ച. അന്ന് ഇലക്ഷൻ കമ്മീഷനേ ഇല്ലായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന പ്രത്യക്ഷത്തിലില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല. അനങ്ങിയാൽ ജയിലിലായി. ഇതൊന്ന് അയക്കണമല്ലോ. ഇലക്ഷൻ പൂർത്തിയായി, 5 വർഷം പൂർത്തിയായി. ഇലക്ഷൻ നോട്ടിഫൈ ചെയ്യണമെങ്കിൽ അനുവാദം വേണം, ജയിലിലായി. ഇലക്ഷൻ കമ്മീഷൻ ഇല്ലായിരുന്നു, കോടതിയില്ലായിരുന്നു, അവകാശങ്ങളില്ലായിരുന്നു. വിദ്യാർത്ഥികളെ നമുക്കറിയാം, രാജന്റെ കേസ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ ശവശരീരം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഭീകര അന്തരീക്ഷം. അപ്പൊ അതിനെതിരെ ആ പടപൊരുതികൾ, ആ പടപൊരുതാൻ ആവേശം കൊടുത്തത് ഭാരത് മാതാ കീ ജയ് എന്നുള്ള മുദ്രാവാക്യം, വന്ദേ ഭാരത് എന്നുള്ള മുദ്രാവാക്യം, അതിനുശേഷം ജയപ്രകാശ് നാരായൺ. കാരണം അത് ജനാധിപത്യത്തിന്റെ പ്രതീകമായിരുന്നു ഇത് മൂന്നും. അപ്പൊ ആ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പടപൊരുതുവാൻ വേണ്ടി നമുക്ക് ആവേശം കൊടുത്ത മുദ്രാവാക്യങ്ങളെ ചോദ്യം ചെയ്യുന്ന, ബിംബങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു 50 വർഷം കഴിഞ്ഞപ്പോൾ. അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞില്ലേ? എല്ലാ കാലഘട്ടത്തിലും മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് ആരാണ്? അർണബ് ഗോസ്വാമി ആരാണ് അറസ്റ്റ് ചെയ്തത്? ഈ കാലഘട്ടത്തിലല്ലേ പിടിച്ചു വലിച്ചുകൊണ്ടുപോയത്, മർദ്ദിച്ചത്? എന്നിട്ട് എന്താണ് കൊടുത്തത്? വേൾഡ് ന്യൂസിലേക്ക് എന്താണ് കൊടുത്തത്? ആരായിരുന്നു അറസ്റ്റ് ചെയ്തത്? മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് സർക്കാർ ഈ 2-3 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് ലോകത്തിന് പറഞ്ഞു കൊടുത്തത് എന്താ? ഫോട്ടോ കൊടുത്തിട്ട്, വീഡിയോ കൊടുത്തിട്ട്, മോഡിയുടെ ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യം അറസ്റ്റ് ചെയ്ത കോൺഗ്രസുകാർ, കോൺഗ്രസിന്റെ സർക്കാർ. അതാണ് ഇവിടെ നടക്കുന്നത്. അതായത് ആ മനസ്സിലുള്ള ആ സ്വഭാവം, മാധ്യമങ്ങൾക്കെതിരെയുള്ള ആ മാനസികാവസ്ഥ, ആ ഏകാധിപത്യം, അത് കോൺഗ്രസിൽ നിന്ന് മാറിയിട്ടില്ല. ഏത് നിമിഷവും അവസരം കിട്ടിയാൽ വീണ്ടും അടിയന്തരാവസ്ഥ കൊണ്ടുവരും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം. അതിന് എളുപ്പത്തിന് വേണ്ടിയാണ് ഭരണഘടന പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ അവസരം കിട്ടിയാൽ ഇത് ഇല്ലാതാക്കുമെന്ന് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇന്ദിരാഗാന്ധി അങ്ങനെയായിരുന്നു. ഇന്ദിരാഗാന്ധി എപ്പോഴും ഭരണഘടനയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ജയപ്രകാശ് നാരായണന്റെ കാലഘട്ടത്തിൽ മുഴുവൻ, സമരത്തിന്റെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വായിൽ നിന്ന് വന്നിരുന്നത് മുഴുവൻ ഭരണഘടന 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഭരണഘടന ഇല്ലാതായി. അതുകൊണ്ടാണ് ഭരണഘടനാ ഹത്യാ ദിനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ കഴിഞ്ഞ 25 മുതലുള്ള ദിവസങ്ങളിൽ ആചരിക്കുന്നത്. അപ്പൊ ഭരണഘടനയെ പറ്റി കൂടുതൽ പറയുന്നവർ, അത് കൊണ്ടു നടക്കുന്നവര്, അത് ഏത് നിമിഷവും ഭരണഘടനയെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ കുടുംബത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. ആ കുടുംബത്തിലെ പ്രമുഖയായിട്ടുള്ളയാളാണ് ഈ ഭരണഘടനയെ കശാപ്പ് ചെയ്തത്. അതുകൊണ്ട് ആ ജീൻ, ആ പാരമ്പര്യം കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിന്റെ ജീനാണ് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് രാജ്യം തീർച്ചയായിട്ടും ഉണർന്നിരിക്കണം. ഏത് നിമിഷവും അവർക്ക് അധികാരം കിട്ടിയാൽ, കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ പോലും നമ്മൾ കണ്ടു, ഈ പത്രങ്ങൾക്കെതിരെ, മാധ്യമങ്ങൾക്കെതിരെ, ഭരണഘടനയ്ക്കെതിരെ, ജനാധിപത്യ അവകാശങ്ങൾക്കെതിരെ എല്ലാം തന്നെ അവര് നടപടിയെടുക്കും
അതിനെയെല്ലാം തകർക്കും. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തില് തീർച്ചയായിട്ടും ജയിലിൽ കിടന്ന ഇവർ അനുഭവിച്ച ആ ദുരിതവും ദുഃഖവും അത് ജനാധിപത്യത്തിന് വേണ്ടിയായിരുന്നു, രാജ്യത്തിന് വേണ്ടിയായിരുന്നു, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. കുടുംബത്തിന് വേണ്ടിയും കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടിയും അവകാശങ്ങൾ ഒഴിഞ്ഞുകൊടുത്ത ഭരണാധികാരി അന്ന് സഞ്ജയ് ഗാന്ധിയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയല്ല, ആ ജീനുണ്ടെന്ന് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തില് ആ അടിയന്തരാവസ്ഥയുടെ അടിച്ചമർത്തലിന്റെ ജീനുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും ഉണർന്നിരിക്കുക. ഏത് നിമിഷവും ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടി കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വരിക തന്നെ ചെയ്യും. അതിനെ തച്ചു തകർക്കുക എന്നുള്ളതാണ് ഈ തലമുറയുടെയും ഭാവിയുടെയും കടമ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.